എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദർശൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുൾ റൺ എന്താന്നുള്ളതും, അതുപോലെ തന്നെ അതിന്റെ ഫേസസ് എന്താന്നുള്ളതും, അതുപോലെ തന്നെ നറേറ്റീവ് റൺ എന്താന്നുള്ളതും, പിന്നെ എൻ്റെ കോയിൻ പിക്കുകൾ എന്താന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് വാങ്ങേണ്ടതെന്നുള്ളതും, ട്രാൻസാക്ഷൻ കുറഞ്ഞിട്ട് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ഫീ കുറച്ചിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നുള്ളതുമാണ്. ഓക്കെ, അപ്പൊ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്വിക്ക് ആൻഡ് ഈസി. അപ്പൊ എന്താണ് ക്രിപ്റ്റോ കറൻസി ബുൾ റൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കോയിൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് നല്ല പ്രൈസ് അപ്രിസിയേഷൻ നടക്കും. ഓക്കെ, ബട്ട് ഡു യുവർ ഓൺ റിസർച്ച് ഓൺ ദാറ്റ്. ഓക്കെ, അതായത് ഏതൊരു കോയിനിൽ ഇട്ടാലും നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് അപ്രിസിയേഷൻ നടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ബിറ്റ് കോയിന്റെ അകത്ത് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ അനുസരിച്ച് നമുക്ക് 3 തരത്തിൽ കോയിൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ലാർജ് ക്യാപ് കോയിൻസ് എന്നുള്ളതും, 2 മീഡിയം ക്യാപിറ്റൽ കോയിൻസ് എന്നുള്ളതും, 3 ലോ ക്യാപ് കോയിൻസ് എന്ന് പറഞ്ഞുള്ളതാണ്. ഓക്കെ, അപ്പൊ ലാർജ് ക്യാപ് കോയിൻസ് വെച്ച് കഴിഞ്ഞാല് 10 ബില്യൺ മാർക്കറ്റ് വാല്യൂ ഉള്ള കോയിൻസിന് ലാർജ് ക്യാപ് എന്നുള്ളതും, 1 to 10 ബില്യണുള്ളിൽ കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മിഡ് ക്യാപ് എന്നുള്ളതും, അതുപോലെ തന്നെ അതിന് താഴെ 1 ബില്യന് താഴെയാണെങ്കിൽ ലോ ക്യാപ് കോയിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നമ്മുടെ റിസ്ക് വേരി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ലോ റിസ്ക് ലോ റിവാർഡ്സ് വേണമെങ്കിൽ നിങ്ങൾ ലാർജ് ക്യാപ് കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുക. മീഡിയം റിസ്ക് മീഡിയം റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ആണെങ്കിൽ ലോ ക്യാപ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്താണ് ബുൾ റൺ വെച്ച് കഴിഞ്ഞാല് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്തേക്ക് നമ്മൾ നല്ലൊരു ഗ്രോത്ത് ഒരു കോയിന് സംഭവിക്കുന്നു. ഓക്കെ, ഒരു കോയിന് അല്ലെങ്കിൽ ഒരു സെക്ടറിന് സംഭവിക്കുന്നു. ക്രിപ്റ്റോ കറൻസി സെക്ടറിൽ മൊത്തം അത് സംഭവിക്കുന്നത്, അതിനാണ് ബുൾ റൺ എന്ന് പറയാം ഫൈനാൻഷ്യൽ ടേംസിൽ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ അറ്റൻഷൻ ആണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം കൂടുന്നു. ട്രേഡിംഗ് വോളിയം കൂടാനായിട്ട് മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ട്രസ്റ്റ് കൂടുന്നു. ഓക്കെ, ക്രിപ്റ്റോ കറൻസിയിലുള്ള ആൾക്കാരുടെ ട്രസ്റ്റ് കൂടുന്നു. ആ ട്രസ്റ്റ് കൂടുമ്പോൾ മാർക്കറ്റിലോട്ട് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അപ്പ് ആവുന്നു. അത് ഒരു നിശ്ചിത സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഫൈനാൻഷ്യൽ നമ്മൾ അറിയേണ്ട ഒരു ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുമ്പോട്ട് പോകുന്നത് അത് താഴത്തോട്ട് ഇറങ്ങും. ഓക്കെ, വാട്ട് ഗോസ് അപ്പ് വിൽ കം ഡൗൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണക്കാലം തൊട്ട് മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പീക്ക് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് പ്രോഫിറ്റ് എടുക്കണമെന്നുള്ളതും ഞാൻ എപ്പോഴാണ് പ്രോഫിറ്റ് എടുക്കുന്നുള്ളതും നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പറയുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ അത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബുൾ റണ്ണിന്റെ അകത്ത് നമുക്ക് കുറച്ച് സൈക്കിളുകൾ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ബാക്കി 3 തവണ സംഭവിച്ചപ്പോഴും ഈ ഒരു സൈക്കിള് നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ഈ വട്ടം ഉണ്ടാവുമെന്നാണ് എല്ലാവരുടെ ഒരു കൺസെപ്റ്റ്. സോ എല്ലാവരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ആണ്. ആദ്യം ബിറ്റ് കോയിൻ നല്ലൊരു ഹൈപ്പിലോട്ട് കയറുന്നു. അതിനുശേഷം ബാക്കി എല്ലാ കോയിൻസും അതിന് പുറകെ കയറുന്നു. അപ്പോ മാർക്കറ്റ് ലീഡർ എന്ന നിലയിൽ ബിറ്റ് കോയിൻ ചലിക്കുന്നു, പുറകെ ബാക്കിയുള്ള കോയിൻസുകളെല്ലാം ചലിക്കുന്നു. ആ ഒരു ചലനത്തിനെയാണ് ഓൾ കോയിൻ സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ചലനം വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അപ്രിസിയേഷൻ. അപ്പൊ ബിറ്റ് കോയിൻ ഒഴികെയുള്ള എല്ലാം അത് നന്നായിട്ട് കയറും. ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ 8% കൂടിയെങ്കിൽ ഇത്രയും പോലെയുള്ള എല്ലാ കോയിൻസുകളും ഒരു 10-12% വെച്ച് കൂടുന്നു. അതിന് പക്ഷേ ഈ മിഡ് ക്യാപ് ലോ ക്യാപ് എന്ന് പറഞ്ഞ കോയിൻസുകൾ എല്ലാതും 20-30% വെച്ച് കൂടും. ഓക്കെ, സോ ആൻഡ് പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ മച്ച് വി കനോട്ട് കാൽക്കുലേറ്റ് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് അനലിറ്റിക്കൽ ഡാറ്റ വെച്ച് ചെയ്യാം, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ ട്രസ്റ്റ്. ഓക്കെ, അപ്പൊ പീപ്പിളിന്റെ ട്രസ്റ്റിനനുസരിച്ച് നമുക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ ആൾക്കാർ ആ ഒരു കോയിനിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അപ്രിസിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഓൾ കോയിൻ സീസണിന്റെ അകത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് നറേറ്റീവ് റൺ എന്നാണ് പറയുക. ഓക്കെ, നറേറ്റീവ് റൺ വെച്ച് കഴിഞ്ഞാൽ ഓൾ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയും. ഓൾ കോയിൻ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റില് ഓൾ കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഒഴികെയുള്ള എല്ലാ കോയിൻസും നമ്മൾ ഓൾ കോയിൻ എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ഓൾ കോയിൻ ഇപ്പൊ ഏകദേശം ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോയിൻസ് വെച്ച് കഴിഞ്ഞാൽ 2.4
മില്യൺ കോയിൻസ് ആണ്. പക്ഷെ രൂപത്തിൽ ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. ഓക്കെ, 2.4 ആണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ മില്യൺസ്, ലൈക്ക് കപ്പിൾ ഓഫ് മില്യൺസ്, നോട്ട് ജസ്റ്റ് 2.4. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഓക്കെ, ഇത്രയും കോയിൻസ് ഉണ്ടാവുമ്പോൾ എല്ലാതും 10 ഇരട്ടി 20 ഇരട്ടി ആവുന്നില്ല. ഓക്കെ, ഇരട്ടാവുന്നത് നറേറ്റീവ് ഫോളോ ചെയ്യുന്ന കോയിൻസിലാണ്. അതായത് ഒരു നറേറ്റീവ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗെയിമിംഗ് കോയിൻസ് ആണെന്ന് പറഞ്ഞ സെക്ടറിലാണ് നറേറ്റീവ് എങ്കിൽ ഗെയിമിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രോത്ത് ഏതിലാണ് കൂടുതൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നറേറ്റീവ് ഫോളോ ചെയ്യണത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോളോ ചെയ്തപ്പോഴും ഈ ഒരു ലാസ്റ്റ് 30 ഡേയ്സിന്റെ ചേഞ്ച് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ AI ഏജൻസ് എന്ന് പറഞ്ഞ ഒരു സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ട്രസ്റ്റ് ഉള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു ട്രസ്റ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നു 30 ദിവസത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവുന്നു. പിന്നെ വെർച്വൽ പ്രോട്ടോകോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ആൻഡ് 198% ആണ് ഇതിൽ പറയുന്നത് ലാസ്റ്റ് 30 ഡേയ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു 500-600% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വാട്ട് യു ഇൻവെസ്റ്റഡ് അതിന്റെ 6 ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന AI ഏജൻസ് എന്ന് പറയുന്ന സെക്ടറിലുള്ള കോയിൻസിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് AI ഏജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കുന്നു ഒരു ബ്ലോക്ക് ചെയിനിൽ. ആ ഒരു ബ്ലോക്ക് ചെയിനിൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് അനുസരിച്ച് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ട്വിറ്ററിലായിരിക്കും അത് നടക്കുന്നത്. ആ ബോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബോട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ട്വീറ്റ് ചെയ്യുന്നു, റീട്വീറ്റ് ചെയ്യുന്നു, കൊളാബറേഷൻ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് സോ മച്ച് ഫൺ. ഓക്കെ, അത് ചെറിയൊരു തുടക്കം മാത്രം. അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഇന്നോവേഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ആനിമേഷൻസ്, ആനിമേ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ കോയിൻസ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. സോ ആസ് ഓഫ് നൗ ഇതാണ് എൻ്റെ ലിസ്റ്റ് ഓഫ് കോയിൻസ്. ഇതിൽ നമ്മുടെ ചെയിൻ ഇവിടെ ഞാൻ വെച്ച് നോക്കുന്നത് ഇത്രയും ചെയിൻ ആണ്. പിന്നെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റിസ്ക്, M എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം റിസ്ക്, H എന്ന് വെച്ചാൽ ഹൈ റിസ്ക് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോയിനെ പറ്റി നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, അതായത് എവിടെയാണ് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ക്രിപ്റ്റോ കറൻസി വെച്ച് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ പൈസയാണ്. ഓക്കെ, നിങ്ങളുടെ ഡിസിഷൻ എടുക്കുന്നു, അതായത് ഡിസിഷൻ എടുക്കുന്നു, പിന്നെ റിഗ്രറ്റ് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോയിൻ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോയിൻ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റായ് എന്ന് പറഞ്ഞ കോയിൻ എടുക്കുകയാണ്. ഓക്കെ, വിച്ച് ഐ ഹാവ് ഇൻവെസ്റ്റഡ് പേഴ്സണലി. റായ് എന്ന് പറഞ്ഞ കോയിൻ ഇതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, റിപ്ലോയ് എന്ന് പറയും. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ 89 മില്യൺ ആണ്. അപ്പോൾ വളരെ ഹൈ റിസ്ക് ആണ്. ബട്ട് ഐ ഡിഡ് ഇൻ മൈ സ്റ്റഡീസ്, മൈ റിസർച്ച് ഓൺ ഇറ്റ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ദിസ് കോയിൻ. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഗോണ ബി ഹ്യൂജ്. ഓക്കെ, നല്ലൊരു റൺ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് ഈ ഒരു കോയിന്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോയിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് അവരുടെ സോഷ്യൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ്, അവർ വൈറ്റ് പേപ്പർ, ട്വിറ്റർ, ടെലഗ്രാം. പിന്നെ ഇത് പറയുന്നതാണ് അവരുടെ കോൺട്രാക്ട് അഡ്രസ്സ്. അതായത് ബ്ലോക്ക് ചെയിനകത്ത് ഓരോ കോയിനും അവരുടെ കോൺട്രാക്ട് അഡ്രസ് ഉണ്ടായിരിക്കും, മെയിൻ ആയിട്ടൊരു അഡ്രസ് ഉണ്ടായിരിക്കും. അതാണ് ഇത്. ഓക്കെ, പിന്നെ ഇത്തർ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ പോലെയാണ്. അതായത് ഏതൊരു ട്രാൻസാക്ഷൻസും ഈ ഒരു കോയിൻ അഡ്സൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈത്തർ സ്കാൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ട്രാക്ക് ചെയ്യാം, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന്റെ ടോക്കണോമിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാം. മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഓള്, CEX, DEX എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CEX എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്, അതായത് ഇപ്പൊ ബൈനാൻസ്, കോയിൻ ബേസ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണത്. അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. DEX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് 100% ഈ ഒരു പ്ലാറ്റ്ഫോം ഓൺ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ആണ്, അല്ലാതെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കമ്പനി അല്ല. ഇറ്റ്സ് റൺ ബൈ കമ്മ്യൂണിറ്റി. അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസുകൾ, CEXും DEXും തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കോയിൻസ് ഒട്ടുമിക്കതും ഈ MEX എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് MEX എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമുക്ക് UK ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വെബ് വെർഷൻ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കയറാം.
ഫോർ എക്സാമ്പിൾ MEX എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത് ത്രൂ കയറാവുന്നതാണ്. ഇൻ കേസ് അവരുടെ സോഷ്യൽസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സോഷ്യൽസും കാണാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടി, ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തു അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വാങ്ങണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാ വാങ്ങണ പോലെ ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഏത് കോയിനാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ RAI എന്ന് അടിച്ചു കൊടുക്കുന്നു. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വാങ്ങുന്നു. ഓക്കെ, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു നട്ട്ഷെല്ല്. ലെസ് ദാൻ 8 മിനിറ്റിനുള്ളിലാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ മഹാ ബോറായിരിക്കും നമ്മുടെ വീഡിയോ. കാരണം ആരും വായിച്ചു നോക്കാനായിട്ട് സാധ്യതയില്ല, കേൾക്കാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വിത്തൗട്ട് എ ബ്രേക്ക് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമന്റിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഗ്രൂപ്പിൽ ഇട്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതുവരെയും ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട്.